അറിയാമോ? ഏകദേശം 86% ആൾക്കാരും ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലാകട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിലോ കരിയറിലാകട്ടെ സ്ട്രെസ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഡെയിലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോം ചെയ്തുകൊണ്ട് അതൊരു സിമ്പിൾ ടിപ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സിമ്പിൾ ഹാക്സ് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡോപാമൈൻ സ്പൈക്ക് ഉണ്ടാകാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? നമ്മൾ എഴുന്നേൽക്കുന്ന ആദ്യത്തെ 30 to 60 minutes ഡോപാമൈൻ സ്പൈക്കിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഡോപാമൈനെ നമ്മൾ ബേസ് ലൈനിൽ തന്നെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അതായത് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, അതുപോലെ തന്നെ ഇമെയിൽ ചെക്കിങ്, ഹൈ കണ്ടന്റ്, അതായത് ഹൈ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന ന്യൂസിനെ അവോയ്ഡ് ചെയ്താൽ, അതുപോലെ ഷുഗർ ഇൻടേക്ക് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഡോപ്പമൈൻ്റെ ബേസ് ലൈനിൽ നിർത്താനും ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകാതെ നിൽക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഉള്ള ഗുണം എന്താണ്? ഇങ്ങനെ ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ടാകാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അന്നത്തെ ദിവസം നല്ല ഫോക്കസോടുകൂടി നിൽക്കാനും നല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാനും അതിന് നമ്മളെ സഹായിക്കും. സോ ഈ ഒരു ഹാക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. Thank you.